മദ്രസ അധ്യാപകന്മാരുടെ പീഡന വാർത്തകളാണ് നാം പതിവായി കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴിതാ അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി ഇസ്ലാം മത പരിവർത്തന കേന്ദ്രമായ മദ്രസയിൽ കള്ളനോട്ടടിയും വിതരണവും നടക്കുന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഉത്തർപ്രദേശിലെ മദ്രസയിലാണ് ഇത്തരത്തിൽ വ്യാപകമായി കള്ളനോട്ട് അച്ചടിച്ചത്. മാത്രമല്ല, ഈ കള്ളനോട്ടുകൾ ഭർത്താവായ മദ്രസ മാനേജർ അച്ചടിക്കുകയും അച്ചടിച്ച ഈ നോട്ടുകൾ വിതരണം നടത്തുന്നതാകട്ടെ മദ്രസ മാനേജറുടെ 5 ഭാര്യമാരും ചേർന്ന് എന്ന വിവരങ്ങളും പോലീസ് പുറത്തുവിടുകയാണ്. സംഭവത്തിൽ ഇപ്പോൾ മദ്രസ മാനേജർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരമൊരു സംഭവം നടക്കുന്നത്. അതായത് സ്രവാവതി ജില്ലയിലെ മാലിപ്പൂർ മസ്ജിദിന് സമീപം പ്രവർത്തിക്കുന്ന മദ്രസയിൽ നിന്നാണ് കള്ളനോട്ടുകൾ പിടികൂടിയത്. ഇവിടെ കള്ളനോട്ട് അടിക്കുന്നതായിട്ടുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റെയ്ഡ് നടത്തുകയായിരുന്നു. തുടർന്നാണ് മദ്രസയിൽ നടത്തിയ പരിശോധനയിൽ നോട്ടുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രിന്റിംഗ് മെഷീനുകളും അനധികൃത ആയുധങ്ങളും അടക്കം ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് മദ്രസ മാനേജർ മുബാറക് അലിയെയും അദ്ദേഹത്തിന്റെ 5 ഭാര്യമാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അടുത്തിടെ പ്രദേശവാസിയായ അവധേഷ് കുമാർ പാണ്ഡെ, ധരംരാജ് ശുക്ല എന്നിവർ കള്ളനോട്ടുമായി പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മദ്രസയിലാണ് കള്ളനോട്ടടി നടക്കുന്നതെന്നും തുടർന്ന് കള്ളനോട്ടടി സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നത്. അതായത് മദ്രസ മാനേജർ യൂട്യൂബിലൂടെയാണ് കള്ളനോട്ട് അച്ചടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചതെന്ന വിവരങ്ങളാണ് പറയുന്നത്. ഇത്തരത്തിൽ അച്ചടിക്കുന്ന പണമാകട്ടെ ഇയാളുടെ സഹായി സമീൽ അഹമ്മദും 5 ഭാര്യമാരും ചേർന്ന് വിതരണം ചെയ്തിരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. 500 രൂപയുടെ 26 കള്ളനോട്ടുകളും 200 രൂപയുടെ 100 കള്ളനോട്ടുകളുമാണ് മദ്രസയ്ക്കുള്ളിൽ നിന്നും പിടിച്ചെടുത്തത്. ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് എന്തുകൊണ്ട് കേന്ദ്രം രാജ്യത്തെ മദ്രസകളെല്ലാം അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശം നൽകിയെന്നത് പകൽ പോലെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതായത് മദ്രസകളെല്ലാം അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ നിരവധി സംസ്ഥാന നേതാക്കളായിരുന്നു ഇത്തരം സംഭവത്തിനെതിരെ രംഗത്തെത്തിയത്. അതായത് മദ്രസകൾ അടച്ചില്ലെങ്കിൽ പൂട്ടിക്കാൻ മറ്റ് പല വഴികളുണ്ടെന്നും ദേശീയ ബാലാവകാശ കമ്മീഷനും അന്ന് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ മദ്രസകൾ അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ നീണ്ട ഒരു പഠനത്തിനൊടുവിലാണ് രാജ്യത്തെ മദ്രസകളെല്ലാം അടച്ചു പൂട്ടണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയത് എന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കിയത്. അതായത് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയതും. മാത്രമല്ല, അധ്യാപകർക്ക് അടിസ്ഥാന യോഗ്യത ഇല്ലെന്നും യുപിയിലെ യോഗി സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. ഭരണഘടനാ വ്യവസ്ഥകളും വിദ്യാഭ്യാസ അവകാശ നിയമവും ബാലാവകാശ നിയമവും ലംഘിച്ച് തികച്ചും ഏകപക്ഷീയമായിട്ടായിരുന്നു മദ്രസകളുടെ പ്രവർത്തനമെന്നാണ് BJPയുടെ നിലപാടും. അതിൽ കേരളത്തിൽ മദ്രസകൾക്ക് ധനസഹായം നൽകുന്നതിനെതിരെയും കേന്ദ്ര സർക്കാരും BJP നിരവധി തവണയാണ് വിമർശനം ഉയർത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മദ്രസകളിൽ ഇത്തരത്തിൽ കള്ളനോട്ടടിയുടെ വാർത്തകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.